ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കേരളത്തിൽ കളിക്കാനായിട്ട് വന്നത് നമ്മുടെ ഹോട്ടലിലായിരുന്നു, റാവീസ് കോവളത്തിലായിരുന്നു. അദ്ദേഹം വിരാട് കോഹ്ലിയുടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന് വന്നപ്പോൾ അദ്ദേഹം വെജിറ്റേറിയൻ ആയിരുന്നു, അദ്ദേഹം വീഗനാണ്. എസ്പെഷ്യലി ആനിമലിൻ്റെ ഒരു പ്രൊഡക്റ്റും കഴിക്കാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നാടൻ സദ്യയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സദ്യ ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ, മറ്റുള്ള പ്ലേയേഴ്സിനെല്ലാം പല വിധത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിന് സദ്യ വേണമെന്ന് പറഞ്ഞ് നമ്മുടെ നാടൻ കേരളത്തിൽ കിട്ടുന്ന നാടൻ പച്ചക്കറികളൊക്കെ കൊണ്ടുള്ള ഒരു സദ്യയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഒരു മിനിമം കുറച്ച് ഒരു ബോളിലെങ്കിലും ഇത് ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ മുറിയിൽ കൊണ്ടുപോയി വാഴയിലയിൽ വിളമ്പി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെടുകയും ഉച്ചനേരത്താണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ ബാക്കി വന്ന ഭക്ഷണം എന്താണ് ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇത് ഞങ്ങൾ അവിടെ കൊണ്ടുപോകും. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഈ ഭക്ഷണം തന്നെ രാത്രിയിൽ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇത് രാത്രിയിൽ അദ്ദേഹത്തിന് തരാൻ പറ്റില്ല, കാരണം BCCIയുടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഹൈജീൻ പാർട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാം, അതൊന്നും പ്രശ്നമില്ല, എനിക്ക് ഈ ഭക്ഷണം പാഴാക്കുന്ന ഒട്ടും താല്പര്യമില്ല. വിരാട് കോഹ്ലിയാണ് ഇത് പറയുന്നത്. അദ്ദേഹം ലക്ഷറിയുടെ അങ്ങേയറ്റത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും BCCIയും അല്ലെങ്കിൽ മറ്റ് സ്പോൺസർമാരും ചെയ്യുന്ന ഒരു സമയത്ത് ഉച്ചയ്ക്കുണ്ടാക്കിയ ഭക്ഷണം അദ്ദേഹത്തിന് കളയാൻ താല്പര്യമില്ലാതെ ഞങ്ങളുടെ എല്ലാവരുടെയും ഞാൻ എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഈ സംഭവം സാറിന് വേണമെങ്കിൽ ഇതേ ഭക്ഷണം പുതുതായിട്ട് ഉണ്ടാക്കി തരാം. അത് വേണ്ടാതെ ഉച്ചയ്ക്ക് കഴിച്ച ആ ഭക്ഷണത്തിൻ്റെ ബാക്കി ഭക്ഷണമാണ് വിരാട് കോഹ്ലി അന്ന് രാത്രിയിൽ ഡിന്നറായിട്ട് കഴിച്ചത്. അതെന്നെ ഭയങ്കരമായിട്ട് ചിന്തിച്ചു. നമ്മൾ ആഹാരം പാഴാക്കുന്നവർ ഒരുപാട് ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ അനുഗ്രഹങ്ങളുടെ വില നമ്മളറിയാതെ പാഴാക്കി കളയുന്ന ഓരോ ഭക്ഷണവും ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹം ലോകത്ത് എവിടെയല്ലോ, ലോകത്ത് തന്നെയല്ല, ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ടാകും, നമ്മളത് ആരും അറിയുന്നില്ല. ആ ഒരു ഇൻസിഡൻറ്റ് എന്നെ തന്നെ മാറ്റിമറിച്ചത് ഒരു ചിന്തയായിരുന്നു.